അതിന്റെ ഇടയിൽ മോന് കയറി വന്നു. അവന് ഇന്നെ കാണാനില്ലാന്ന് കണ്ടപ്പോ ഞാന് ഇവിടെ ഷോപ്പിന്റെ ഉള്ളിൽ വന്നിട്ടാണ് ഇപ്പൊ ഈ വീഡിയോസ് എടുക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് വീഡിയോസ് ഒന്നും അതിനൊന്നുള്ളൊരു ഒന്നും ചെയ്യണം എന്നുള്ള വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ, ഞാന് ഇപ്പൊ ഓണത്തിന്റെ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്, അതൊന്നും കാണിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും എനിക്ക് വയ്യ. വയ്യാന്ന് പറഞ്ഞ വയ്യ. അപ്പൊ ഇക്കൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യില്ല. എന്തോ പറയട്ടെ, എന്തോ ആവട്ടെ. രാവിലെ കട തുറന്നിടും, ചിലപ്പോ തുറക്കും, ചിലപ്പം തുറക്കില്ല. അങ്ങനത്തെ ഒക്കെ ഉള്ള ഓരോ അവസ്ഥകളിലൂടെയൊക്കെയാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്കിലും നമുക്ക് കുറച്ച് കസ്റ്റമറും ആൾക്കാരൊക്കെ നമുക്ക് ഇവിടെ ആയി വരുമായിരുന്നു കേട്ടോ. അപ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്നും നമ്മളിപ്പോ ഈ ഒരു ഷോപ്പ് ഇട്ടു പറഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇറക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഷോപ്പ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു ഷോപ്പ് ഇട്ടു എന്ന് വെച്ചാലും ഞാൻ ഒരു പരസ്യം കൊടുക്കേ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് എടുത്തു പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ശരിക്കും ഇക്കാന്റെ നാട് തൃത്താലയാണ്. ഇന്റെ വീട് ശരിക്കും കിടക്കുന്നത് പള്ളത്താണ്, ചെറുതുരുത്തി പള്ളത്ത്. അപ്പം ഞാന് നേരെ അവിടുന്ന് ഇങ്ങടാണ് വരുന്നത്. നേരെ തൃത്താലക്കല്ല വരുന്നത്, നേരെ ഈ മംഗലത്തേക്കാണ് വരുന്നത്. ഈ ഒരു 10 വർഷം ആകുന്നു ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട്. ഈ 10 വർഷത്തിന്റെ ഇടയിൽ നമ്മൾ ഒരാളെ പോലും പുറത്തിറങ്ങി അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും വല്ല പണിക്ക് വന്നു കഴിഞ്ഞാൽ ആ ചേച്ചിമാരെ നമ്മൾ അറിയും. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞുള്ള പിന്നെ ഈ ചുറ്റുവട്ടത്ത് ഒരു 4-5 വീട്, അതിന്റെ അപ്പുറമുള്ള ആൾക്കാരനെ നമ്മള് അത്ര പരിചയമില്ല. എന്റെ മുന്നിൽ ഇന്ന ആളാണെന്നൊന്നും പറഞ്ഞ് അവരിന്റെ മുന്നിൽ വന്നാലും എനിക്ക് ആരിനെ അത്ര വലിയ പരിചയമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോ ഇവിടുത്തെ ആൾക്കാരൊക്കെ നമുക്ക് അറിയാൻ പറ്റുണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു ഷോപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഇവിടെ ചെയ്തിരുന്നത് കേക്ക് അത്യാവശ്യം ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. കേക്കിന്റെ ഈ ഒരു ഷോപ്പ് നമ്മള് കേക്കിന്റെ ഷോപ്പായിരുന്നു കേട്ടോ. ഈ ഒരു ഷോപ്പ് നമ്മളെ കേക്കിന്റെ മെറ്റീരിയൽസ്, ടൂൾസ്, സാധനങ്ങൾ ഒക്കെ ആയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ എന്താ പറയാ, കേക്ക് ഞാൻ പഠിപ്പിക്കുമ്പോ കുട്ടികൾ ഇവിടെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് പോകും. അങ്ങനെ അപ്പൊ ഞാനും ഇക്കും കുഴപ്പമില്ല. അതിന്റെ ഇടയിലാണ് എനിക്ക് കണ്ണിന്റെ കാഴ്ച പോയത്, 2 കണ്ണും കാഴ്ച പോയത്. ഒരു ഗുളികയില് 2 കണ്ണിന്റെയും കാഴ്ച പോയി. ഇപ്പൊ ഞാൻ കണ്ണിന് ലെൻസ് വെച്ചിരിക്കണം. പിന്നെ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അതിന്റെ ഇടയിൽ വീഡിയോ ഇടാതിരുന്നത് എന്താന്ന് വെച്ചാൽ, കണ്ണിന് വീണ്ടും എനിക്ക് കാഴ്ചയുടെ ഒരു പ്രശ്നം വന്നു, നീര് വന്നു. ഇത് അതിന്റെ അടിയിൽ ഇങ്ങനെ ബൾജായി നിൽക്കണ കണ്ടില്ലേ, നീര് നിൽക്കുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ് പറയാ, വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളായിരുന്നു എനിക്ക്. അപ്പൊ ഞാന് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, അതിന്റെ ഇടയിൽ എനിക്ക് എന്താണ് പറയാ, നമുക്ക് പറയണം എന്ന് വിചാരിച്ച കാര്യങ്ങളല്ല നമ്മള് പറഞ്ഞു വരുന്നത്, മാറിപ്പോവാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 100 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണം എന്നുണ്ട്. പക്ഷെ എല്ലാം കൂടി പറയാനുള്ള ഒക്കെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എല്ലാതും എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മളെ ഇതിലത്തെ ആൾക്കാരനൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ എല്ലാതും കൂടി പറയുമ്പോ അതും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പം കുറച്ച് അവിടെ ഇവിടെ ഇതായിട്ട് ഞാൻ പറയണത്. അപ്പൊ ഞാൻ ഈ കേക്കിന്റെ ഷോപ്പ്, കണ്ണിന്റെ ഒരു കാഴ്ച പോയി. പിന്നെ എനിക്ക് പൊടിയുടെ അലർജി വന്നു. പൊടിയുടെ അലർജി വന്നപ്പോ പിന്നെ എനിക്ക് കേക്ക് ചെയ്യാൻ, പിന്നെ എനിക്കത് അത് നിർത്തി കഴിഞ്ഞപ്പോ പിന്നെ അതിനോടുള്ള ഒരു താല്പര്യം പോയി. പിന്നെ കുറച്ചൊരു 2 വർഷം ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഇക്കാനോട് പറഞ്ഞു, വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ചെയ്യാൻ, ഞാൻ എന്തായാലും ഇക്കാക്ക് ഇതിൽ നിന്നൊരു വരുമാനം എനിക്ക് ഇട്ട് തന്നു കഴിഞ്ഞാല് ഞാൻ ചെയ്തു തരാം. ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കണതല്ലേ, അപ്പൊ ഓൺലൈനായിട്ട് തന്നെ ഞാൻ ചെയ്തു തരാന്ന് ഞാൻ ഇക്കാനോട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് നമ്മളിപ്പോ ഇവിടെ ഈ ഒരു ഷോപ്പ് ഇട്ടത്. ഷോപ്പ് ഇട്ടിട്ട് ഇവിടെ ഞാൻ ആരിനെ അറിയില്ലെങ്കിലും ഈ കേക്ക് ഉണ്ടാക്കണ ഒരു പരിചയത്തില് ഇവിടെ ഈ മംഗലത്തൊക്കെ ഉള്ള അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ എന്നെ അറിയും. ഞാൻ അങ്ങനെ അവരിനൊന്നും പരിചയമില്ലെങ്കിലും അവർക്ക് എന്നെ അറിയാൻ പറ്റും. നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് ഒരാളുമായിട്ട് ഒരു തല്ലുണ്ടാക്കാനോ വർത്താനം ഉണ്ടാക്കാനോ ഒരു പ്രശ്നത്തിനോ ഒരാളോടും ഒരു വഴക്കിനോ പ്രശ്നങ്ങൾക്കോ ഇതുവരെ നമ്മൾ പോയിട്ടില്ല. അത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
നമ്മളിപ്പോ ഈ ഷോപ്പ് ഇട്ടിട്ട് ഉണ്ട്. അപ്പോ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാല് നമ്മുടെ എന്താ പറയാ, നമ്മളെ അറിയാത്ത, നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരു 50 രൂപയുടെ ഒരു സാധനം പോലും എടുക്കാത്ത ആൾക്കാര്, നമ്മളെ അറിയുന്ന അത്രയും നമുക്ക് അടുത്ത് വേണ്ടപ്പെട്ട ആൾക്കാര്, നമ്മള് മനസ്സിൽ പോലും വിചാരിക്കാത്ത അത്രയും വേണ്ടപ്പെട്ട ആൾക്കാര് മറ്റുള്ള ആൾക്കാരനോട് നമ്മളിവിടെ ഈ ഒരു ചുറ്റുവട്ടത്തിൽ നമ്മൾ ആരിനും അറിയണില്ല, ഇതിന്റെ അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരിനൊന്നും നമ്മൾ അറിയണില്ല. അപ്പൊ നമ്മുടെ അടുത്ത ആൾക്കാര് ഇവിടെ ഉള്ള ആൾക്കാര് അത്ര അങ്ങട് ഇവിടെ ഈ ഒരു ചുറ്റുവട്ടത്തിലല്ലാതെ ചുറ്റുവട്ടത്തിന്റെ അപ്പുറമുള്ള ആൾക്കാര് മൊത്തം ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ മൊത്തം നമ്മുടെ ഈ ഒരു ഷോപ്പില് സാധനങ്ങൾക്ക് റേറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാരനെ ഇങ്ങോട്ടുള്ള വരവ് കുറച്ച് ആൾക്കാര് മുടക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കണത്. അത് വേറെ വിഷയം. അത് കഴിഞ്ഞു നമ്മൾക്ക് ഇവിടെ സ്റ്റിച്ചിങ് ഉണ്ട്. നമ്മുടെ ഷോപ്പിൽ നിന്ന് മെറ്റീരിയൽസ് എടുത്താല് ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അതാണ് എന്റെ പ്ലാനിങ്. അപ്പം ഇത് ഈ വീഡിയോ ആ ചേച്ചിമാര് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, അവർക്ക് ഒന്നും അറിയാത്ത, അവര് വീട്ടിലിരുന്ന് അടിച്ച് കൊടുത്തിരുന്ന ചേച്ചിമാര് വെട്ടി അളവെടുത്ത് അടിക്കാന് നമ്മളെ ഈ തുണി നമ്മളെ പാകത്തിനുള്ള ചുരിദാർ അങ്ങോട്ട് കൊടുത്താല് അത് വെച്ചിട്ട് വെച്ചിട്ട് അടിക്കാൻ അറിയണ 2 ചേച്ചിമാര്. അല്ലാണ്ട് അവർക്ക് ഇപ്പൊ ഒരാള് വന്ന് കണക്കെടുത്തു അല്ലെങ്കിൽ അത് കണക്കില് അങ്ങനത്തെ ഒരാളെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റിച്ചിങ്ങിന് പറ്റിയ ഒരാളെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മള് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് രണ്ടുപേരും കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞപ്പോ ശരിക്കും അവർക്ക് അറിയാൻ പറ്റും നമ്മുടെ കുറെ തുണികള് നമ്മൾ അവരെ വെച്ച് പരീക്ഷിച്ചു, അവര് നമ്മളെ വെച്ച് പരീക്ഷിച്ചു, നാശാക്കി, അങ്ങനെ പോയി. പിന്നെ അവര് കുറച്ച് അടിക്കാൻ ലെവലായി. അപ്പൊ അതിന്റെ ഇടയില് നമുക്ക് ഈ പറഞ്ഞ പോലെ കസ്റ്റമറുടെ കുറവും, പിന്നെ ഈ അടിക്കല് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടാവുമല്ലോ, നമ്മളൊരു സ്ഥാപനം ഇട്ട് കഴിഞ്ഞാല് അത് നല്ല പോലെ എങ്ങനെ ഒരു ഇതില് വരണം, അല്ലെങ്കിൽ നമ്മളൊരു ഉദ്ദേശിക്കണ ഒരു ഇത് ആ ഒരു ലെവലില് നമുക്ക് എത്തിയില്ല, ഈ ആൾക്കാർ എത്തിയില്ല എന്ന് കണ്ടപ്പോ നമ്മള് വേറെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ വേറൊരു കുട്ടി വന്നു. അപ്പൊ ഞാന് ഇവിടെ ഈ വീഡിയോ കാണുന്ന, അല്ലെങ്കിൽ ഇവിടെ ഒരുവിധം എല്ലാവർക്കും അറിയാം, ഞാൻ ആദ്യം മുന്നേ ഇവിടെ വന്ന ചേച്ചിമാരെ കൂടെ നിന്ന് പഠിക്കാനൊന്നും നിന്നിട്ടില്ല. ഇവിടെ ഞാൻ ആരുടെ ഡ്രസ്സും ഞാന് പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേ അല്ലെങ്കിൽ നമ്മൾ നാശാക്കി കൊടുക്കേ അങ്ങനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളുടെ കടയിൽ നിന്ന് തുണി എടുത്ത് അടിക്കാൻ തരുന്ന ആൾക്കാരോടും നമുക്ക് എടുക്കാതെ ഇങ്ങോട്ട് അടിക്കാൻ വരുന്ന ആൾക്കാരോടും ഇവിടെ ഞാന് പഠിക്കാണ്, പുറത്തുനിന്നുള്ള ആൾക്കാരില്ല, ഇവിടുത്തെ തുണികൾ മൊത്തം ഇവിടെ തന്നു കഴിഞ്ഞാൽ മൊത്തം തുണികളും നാശാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ വീഡിയോ കാണുന്ന ഇവിടെ പണിയെടുക്കാൻ വന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ഇവിടെ വന്ന് തുണി എടുത്ത് പോയ ആൾക്കാർക്കും അറിയാം, റെഡിമെയ്ഡ് എടുത്ത് പോണവർക്കും അറിയാം. ഇവിടെ ഇപ്പൊ ഒരു കുട്ടി, ഇപ്പൊ പ്രസന്റിൽ ഒരു കുട്ടി വന്നിരുന്നു, അവളുടെ ചെറിയൊരു ആക്സിഡന്റ് ആ കുട്ടിക്ക് പറ്റി. അവള് ഈ ഫസ്റ്റ് മഴയില് ആ കുട്ടി വീണിട്ട് ആ കുട്ടിക്ക് കൈയിന്റെ കുഴ തെറ്റി, കൈയിന്റെ ഒരു എല്ല് പൊട്ടി, സർജറി, അങ്ങനെ ഇപ്പൊ ആ കുട്ടി സർജറിക്ക് നിൽക്കണം. അപ്പൊ ഇപ്പൊ ഇവിടെ തുന്നാൻ ആളില്ലാത്ത കാരണം കൊണ്ട് ഒരു ചെറിയൊരു സൈഡ് ഓപ്പൺ ചെയ്തു കൊടുക്കണ ഒരു ഡ്രസ്സ് വന്നാൽ പോലും ഞാൻ പറയും, എനിക്കറിയണ ഒരു സ്ഥലമുണ്ട് തൃത്താല, നമ്മള് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം, അവിടേക്ക് ഞാന് എന്റെ പൈസ മുടക്കിയിട്ട് ഞാൻ അവരെ കൊണ്ടുപോയി ആ സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് കൊണ്ടുവരും. അങ്ങനെയാണ് ഞാനിപ്പോ ചെയ്യണത്. പക്ഷേ നമ്മൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല്
പ്രതികരിക്കണ്ടേ? ഞാൻ ഈ വീഡിയോസ് ആയിട്ട് ഇടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളോട് പറയുമ്പോ ഒരാൾ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ആവുമ്പോ എല്ലാ ആൾക്കാരിലേക്കും എത്തും. ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പൊ ഈ മംഗലത്തുള്ള ആൾക്കാര് എല്ലാവരും ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു റേറ്റ്, നമ്മളിവിടെ ഹോൾസെയിൽ റേറ്റിനാണ് ഞാനിവിടെ ഈ തുണികൾ കൊടുക്കണത്. ആരെങ്കിലും നമ്മൾ തരുന്ന തുണി റേറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്ന പൈസ ഞാൻ തിരിച്ചു തരും. അത്രയും ക്വാളിറ്റി ഉള്ളതും അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. പിന്നെ മനുഷ്യന്മാർക്ക് ഗ്യാരണ്ടി ഇല്ല. അതുപോലെ തന്നെ തുണികള്, കോട്ടന്റെ തുണികള് നമ്മൾ എടുക്കണവരോട് പറയും കളറ് ഏതൊരു തുണിയും നമ്മൾ പോളിസ്റ്ററിന്റെ അങ്ങനത്തെ വല്ല തുണികളാണെന്നുണ്ടെങ്കിൽ അത് കളറ് പോവില്ല. കോട്ടൺ കളറ് പോവും. അപ്പൊ നമ്മൾ അവരോട് പറയാറുണ്ട് ഈ കോട്ടൺ ആണ് കേട്ടോ, നിങ്ങള് ലൈറ്റ് ലിക്വിഡിൽ എന്തിനേലും ഒരു ഇത്തിരി ഒഴിച്ച് തോനെ വെള്ളത്തിൽ ഊരിടണം, അതല്ലാണ്ട് സോപ്പും പൊടിയിലൊന്നും മുക്കി വെക്കരുത്, തല്ലി തിരുമ്പരുത് എന്നൊക്കെ നമ്മൾ പറയും. ഈ ചില ഒന്നും അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യും, കല്ലുമ്മൊക്കെ നല്ല തല്ലി തിരുമ്പിയിട്ട് തോരയിടും. അപ്പൊ എന്ത് ചെയ്യും, തുണികൾ നരക്കും. പിന്നെ ഇപ്പൊ ഈ തുണികൾ നരച്ചാലല്ലേ അടുത്ത തുണി വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് വല്ലതും പറ്റിയിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ എടുത്തു പോയിട്ട് നിങ്ങളുടെ ഷോപ്പിലത്തെ സാധനങ്ങൾ ഫുള്ള് കളറ് പോയിക്കാണെന്ന് പറഞ്ഞിട്ട് ഒരാളും ഇതുവരെയും വന്നിട്ടില്ല. ആ ഒരു ഇതില് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ വീഡിയോ എടുക്കുമ്പോ പോലും എനിക്ക് ഭയങ്കര തലവേദനയും, വീഡിയോ എടുക്കാൻ വരെ പറ്റണില്ല. നമ്മുടെ ഷോപ്പിന് ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടിയ ലെവലില് നമ്മുടെ ഷോപ്പ് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റേറ്റ് കൂടുതലാണ്, സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നാശാക്കി വിടും, പിന്നെ എന്തൊക്കെയോ എന്താ പറയാ, എന്തൊക്കെ പറയാൻ പറ്റി നമ്മളെ കുറിച്ചിട്ട്. അതെല്ലാം ഒരാളോട് ഒരു രീതിയിൽ, ഒരാളോട് ഒരു രീതിയിൽ, ഒരാളോട് ഒരു രീതിയിൽ, അങ്ങനെ ഓരോ ആൾക്കാരോടും ഓരോ രീതിയിൽ പറഞ്ഞിട്ട് ഇതൊന്നും ഞാനല്ല, ഇതിലൊന്നും ഞാനില്ല എന്ന രീതിയിൽ കൂടെ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാവും ഇത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ ഇനി ഒരു വീഡിയോ ഞാൻ ഇടാൻ കാരണം എനിക്ക് ഓണത്തിന്റെ തുണികൾ വന്നിട്ട് പോലും എനിക്ക് വീഡിയോ ഇടാൻ പറ്റണില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു മാനസികാവസ്ഥ, എന്താണ് വിഷമം പിടിച്ചൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനോടും യൂട്യൂബ് ഫ്രണ്ട്സിനോടൊക്കെ പറയണത്, നിങ്ങളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ തുണികളും ഇതൊക്കെ ഇറക്കിയിരിക്കണത്. അപ്പൊ ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അധികം ഞാൻ ഇതൊരു ഇത് ചെയ്തിരിക്കണത്, ഈ ഷോപ്പ് ഇട്ടിരിക്കണത്. അപ്പം ഇനി മുതൽ ഞാൻ വീഡിയോസ് ഇടുമ്പോ എന്തായാലും നിങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കണം. എനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോന്റെ ഒപ്പം നമ്മൾ വാട്സപ്പ് നമ്പർ വെക്കുന്നുണ്ട്. അപ്പൊ വാട്സപ്പ് നമ്പറിൽ ഒരിക്കലും കോൾ ചെയ്യരുത്, നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, ഇന്ന ഡ്രസ്സ് ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ പറയുന്ന കക്ഷികളോട് ഞാൻ ഇവിടെ കച്ചവടം ഉണ്ടോ ചോദിച്ചാൽ ഞാൻ ഇല്ല എന്ന് പറയാറുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അത്യാവശ്യം കുറച്ചൊക്കെ ഓൺലൈനായിട്ട് ഞാൻ സാധനങ്ങൾ പോണുണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പൊ ഇനിയും ഇങ്ങനെയല്ല, കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് പോവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ കാണുന്ന ചേച്ചിമാരോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഷോപ്പില് ഒരിക്കലും വില കൂട്ടിയിട്ട് സാധനങ്ങൾ കൊടുക്കണില്ല, ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഒരാള് പോലും ഈ പറയുന്ന ആൾക്കാര് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഒരു സാധനം എടുത്തിട്ടാണ് നമ്മളെ കുറ്റം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല. ഈ ഷോപ്പിലേക്ക് വരാത്ത ഒരുപാട് ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിരുന്നിട്ട് അങ്ങോട്ട് പോണ്ട അവിടെ റേറ്റ് കൂടുതലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്കൊരു കാര്യം പറയാം, ഇവിടെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് എനിക്ക് അയ്യോ ചേച്ചി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഒരു ചുരിദാർ മാറ്റി വെക്കൂട്ടോ, എന്താണ് ഇനി ഞാൻ ഇവിടുന്നേ എടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇവരറിയണ ആൾക്കാർ തന്നെ ഇവർക്ക് കോൾ ചെയ്തിട്ട് എനിക്ക് വിളിച്ചു. പിന്നെ ശരി അവർക്ക് അത് വേണ്ടാത്രേ,
പിന്നെ അവരെ വായേന്ന് തന്നെ അത് വില കൂടുതലാണ്. അങ്ങനെ അപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് അപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് അങ്ങനെ കൊറേ ആൾക്കാര്. അതൊക്കെ കേട്ടിട്ട് അവിടെ ഇരിക്കണ ആൾക്കാരോടൊക്കെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നിങ്ങൾക്ക് നല്ല സാധനങ്ങളും നല്ല കളക്ഷൻസും നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓണത്തിന്റെ പുതിയ പുതിയ സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അപ്പൊ ഷോപ്പിലേക്ക് വന്നോളൂ കേട്ടോ. അപ്പൊ ഇതൊന്നല്ല, ഇതിലധികം പറയാനുണ്ട്. ഏഹ് ആരോപണങ്ങളും ഇതും എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആരെങ്കിലും എങ്ങനെങ്കിലും ഒക്കെ ജീവിച്ചോട്ടെ, എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ജീവിക്കണം? അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഒരാളെ ഉപദ്രവിക്കാനും പോണില്ല, ഒരാളുടെ ഒരു കാര്യത്തിനും നമ്മൾ പോണില്ല. ഞാൻ കച്ചവടം ചെയ്യണ്ടെങ്കിൽ എനിക്ക്, മറ്റുള്ളവർ കച്ചവടം ചെയ്യണ്ടെങ്കിൽ അവർക്ക്, അങ്ങനെ. ഇപ്പൊ നമ്മളൊരു പലചരക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സാധനം മേടിച്ച് അവിടെ അതില്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ കടയിലേക്ക് പോണില്ലേ? ഇയാള് ഇത് കാണുമെന്ന് വെച്ചിട്ട് നമ്മൾ വേറൊരു കടയിലേക്ക് പോവാതിരിക്കണില്ലല്ലോ. അതുപോലെ തന്നെയാണ് തുണിക്കട. എന്റെ കടയിൽ വന്ന് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഷോപ്പിലേക്ക് പോകും. അതെന്ന് വെച്ചിട്ട് ആരും നമ്മള് ആ